ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ഹല്ലേലൂയ, ആദ്യത്തെ ഞായറാഴ്ച. ഹല്ലേലൂയ. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് കൽപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. കർത്താവേ സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. സങ്കീർത്തനത്തിന്റെ ഹല്ലേലൂയ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിൽ ഇരിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് ദുഷ്ടനായാലും ഹല്ലേലൂയ, കുറ്റപ്രവൃത്തി ചെയ്താലും സാത്താന്യ പ്രവൃത്തികൾ ഹല്ലേലൂയ, ഹല്ലേലൂയ ചെയ്താലും അത് നീതിമാന്റെ നേരെ ഹല്ലേലൂയ അത് വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് യേശുവിന്റെ ഹല്ലേലൂയ ആ ചെങ്കോൽ ഹല്ലേലൂയ അവനെ തകർക്കുക തന്നെ ചെയ്യും. മകൾ ഹല്ലേലൂയ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ സ്ഥാപനത്തിൽ ഹല്ലേലൂയ ചില അനീതികൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ അനീതി ഹല്ലേലൂയ ചിലർക്കൊക്കെ അറിയാം. എന്റെ മകൾക്കും അറിയാം. ഹല്ലേലൂയ. എന്റെ മകൾ വിശ്വാസിയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവർ അവിശ്വാസികളാണ്. കൂടുതലും നാമമാത്ര ക്രിസ്ത്യാനികളാണ്. ഹല്ലേലൂയ. അവിടെ ഒരു പുതിയ മാനേജർ ഹല്ലേലൂയ കടന്നു വന്നു. ഹല്ലേലൂയ നാമമാത്ര ക്രിസ്ത്യാനിയാണ്. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ അതിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഹല്ലേലൂയ, ഹല്ലേലൂയ പറയുന്നത് പ്രകാരം ആണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അവിടെ ചില അനീതികൾക്ക് കൂട്ടു നിൽക്കണം. ഹല്ലേലൂയ. എങ്കിലേ അവിടെ നിലനിൽപ്പുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസിയായ എന്റെ മകൾ ഹല്ലേലൂയ അനീതിക്ക് എങ്ങനെ കൂട്ടുനിൽക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എല്ലാ സ്റ്റാഫുകളെയും കൊണ്ട് ഹല്ലേലൂയ അവിടത്തെ ഒരു സ്റ്റാഫിന് എതിരെ ഹല്ലേലൂയ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി അവരെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. ഹല്ലേലൂയ. എന്റെ മകൾ മാത്രം ഹല്ലേലൂയ ആ അനീതിക്ക് എതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതി പ്രവർത്തിക്കുന്ന നീതിമാനായ എന്റെ ദൈവം ഹല്ലേലൂയ, ഹല്ലേലൂയ ആ മകളിൽ വസിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അത് നീതിയോടെ തന്നെ ഹല്ലേലൂയ അത് നടത്തണമെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ തീരുമാനിച്ചത്. ഹല്ലേലൂയ അതിന് മാറ്റമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കള്ള സ്റ്റേറ്റ്മെന്റ്, കള്ള സാക്ഷ്യം ഹല്ലേലൂയ എഴുതി കൊടുക്കാത്തതിന്റെ പേരിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ 6 മാസം കൊണ്ട് ഹല്ലേലൂയ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നീതിമാന് പീഡനങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിമാന് പീഡനം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ആ പീഡനത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ സഹിക്കുക. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പീഡിപ്പിച്ച് ഹല്ലേലൂയ അവൻ ക്രൂശിൽ
ക്രൂശിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആ ത്യാഗത്തിന്റെ മുന്നിൽ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ നീതിയോട് ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ കള്ള സ്റ്റേറ്റ്മെന്റ് ഹല്ലേലൂയ വ്യാജ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാത്തതിന്റെ പേരിൽ ഹല്ലേലൂയ പീഡനം ഹല്ലേലൂയ വർദ്ധിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ വിശ്വാസിയായ ആ മകൾ കള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്താൽ ഹല്ലേലൂയ നീതി പ്രവർത്തിക്കുന്ന ദൈവം ആ വിശ്വാസി മകൾക്ക് എതിരെ തിരിഞ്ഞു വരും. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഹല്ലേലൂയ വളരെ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പിശാചല്ല വരുന്നത്, ഹല്ലേലൂയ ദൈവമാണ്. അത് എങ്ങനെ വരും? ഹല്ലേലൂയ പിശാച് ചോദിക്കും, ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ ആരാധിക്കുന്ന ഹല്ലേലൂയ നിന്നെ വിശ്വസിക്കുന്ന ഹല്ലേലൂയ ആ മകൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഇതാ അനീതിക്ക് കൂട്ടുനിൽക്കുകയാണ് എന്ന് പിശാച് വാദിക്കും. ഹല്ലേലൂയ പിശാച് വാദിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ 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 വിശ്വാസി മക്കൾ അനീതിക്ക് കൂട്ടു നിൽക്കരുത്. ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ പ്രവർത്തിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോഴുള്ള പീഡനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഹല്ലേലൂയ നമ്മൾ അനുഭവിച്ചാൽ ഹല്ലേലൂയ നീതിയായവൻ ഹല്ലേലൂയ നീതി പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ പക്ഷത്തു തന്നെയാണ്. ഹല്ലേലൂയ അവൻ നമ്മുടെ പക്ഷത്തു തന്നെയാണ്. ഹല്ലേലൂയ മാറ്റമില്ലാത്ത ദൈവം നമ്മുടെ കൂടെ തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 125-ാം വാക്യത്തിന്റെ 5-ാം വാക്യം. എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനം. ഇവിടെ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വളഞ്ഞ വഴികളിൽ കൂടുതലും ഈ ലോകത്തിനകത്ത് ഹല്ലേലൂയ സ്ട്രെയിറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഹല്ലേലൂയ ബാക്കിയെല്ലാം ഹല്ലേലൂയ വളഞ്ഞ വഴികളിലൂടെയാണ്. ഹല്ലേലൂയ ഏത് ഹല്ലേലൂയ രാജ്യത്തായാലും ഹല്ലേലൂയ വളഞ്ഞ വഴികളിലൂടെയുള്ള ഭരണ സമ്പ്രദായങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസി മക്കൾ ഹല്ലേലൂയ 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 സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയ പോകണമെങ്കിൽ ഹല്ലേലൂയ വളഞ്ഞ വഴികളെ വിടണം. വളഞ്ഞ വഴികളെ വിടണം. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ വായിച്ചാട്ടെ ഗലാത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് പൗലോസിന് നന്നായി അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പൗലോസ് അത്രയ്ക്കും പീഡനങ്ങൾ ഹല്ലേലൂയ അനുഭവിച്ചതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇനി ആരും ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്ക് എതിരെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്നും ഹല്ലേലൂയ പ്രവർത്തിക്കരുത്. ഹല്ലേലൂയ ഞാൻ
യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ചൂട് അടയാളം വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ ചൂട് അടയാളം ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും വഹിച്ചുകൊണ്ട് നടക്കണം. ഹല്ലേലൂയ എങ്കിൽ മാത്രമേ ഹല്ലേലൂയ 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 അനീതിക്ക് എതിരെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ പട പൊരുതുവാൻ ഹല്ലേലൂയ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. വായിച്ചാട്ടെ വെളിപാട് പുസ്തകം ഹല്ലേലൂയ 2-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 10-ാം വാക്യത്തിൽ ഹല്ലേലൂയ വായിക്കാം. POC ബൈബിളിൽ നിന്നും വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. ഹല്ലേലൂയ നിങ്ങളിൽ ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു, അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. ഹല്ലേലൂയ 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ഹല്ലേലൂയ മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ തരും. ഹല്ലേലൂയ മരണം വരെ നമ്മൾ ഹല്ലേലൂയ വിശ്വസ്തരായിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ അനീതിക്ക് കൂട്ടുനിൽക്കരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ മരണം വരെ നമ്മൾ വിശ്വസ്തരായിരുന്ന ഹല്ലേലൂയ മരണം വരെ നമ്മൾ വിശ്വസ്തരായിരുന്ന ഹല്ലേലൂയ 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 ജീവന്റെ കിരീടം ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ ജീവന്റെ കിരീടം ഞാൻ നിങ്ങൾക്ക് തരും എന്നാണ് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ചിലർ പറയും ഹല്ലേലൂയ സ്വർഗ്ഗമൊന്നും ഇല്ലെന്ന്, ഹല്ലേലൂയ അതൊക്കെ വെറുതെയാണെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ്ഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും ഇല്ല എന്ന്. ഹല്ലേലൂയ ഞാൻ കണ്ടിട്ടില്ല ഹല്ലേലൂയ എന്നവർ പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ്ഗമുണ്ട്. ഹല്ലേലൂയ യോഹന്നാൻ ഹല്ലേലൂയ അപ്പോസ്തലൻ ഹല്ലേലൂയ സ്വർഗ്ഗം കണ്ടു. അവൻ ആത്മവിവശതയിൽ സ്വർഗ്ഗം കണ്ടു. ഹല്ലേലൂയ സ്വർഗ്ഗത്തിനകത്തുള്ള ഹല്ലേലൂയ ഒരു പട്ടണത്തെയും ഹല്ലേലൂയ യോഹന്നാൻ കണ്ടു. ഹല്ലേലൂയ ഈ ഇന്ത്യയെ കാണും ഹല്ലേലൂയ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു പട്ടണം ഹല്ലേലൂയ അത് സ്വർഗ്ഗത്തിൽ ഉണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ അതാണ് പുതിയ യെരൂശലേം. ഹല്ലേലൂയ ഹല്ലേലൂയ അതവിടെ പണിത് തീർത്തു വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ലക്ഷക്കണക്കിന് ദൂതന്മാർ ഹല്ലേലൂയ ആ പുതിയ യെരൂശലേമിലും ഹല്ലേലൂയ കടന്നിരിപ്പുണ്ട്. ഹല്ലേലൂയ അത് മാത്രമല്ല സ്വർഗ്ഗം ഇനിയും ധാരാളം ഹല്ലേലൂയ സ്ഥലങ്ങൾ ഉണ്ട് സ്വർഗ്ഗത്തിൽ. ഹല്ലേലൂയ ഈ പ്രപഞ്ചത്തിൽ ഹല്ലേലൂയ ലക്ഷക്കണക്കിന് ഭൂഗോളത്തിൽ ഒരു ഗോളം ഹല്ലേലൂയ അത് സ്വർഗ്ഗമാണ്. ഹല്ലേലൂയ ആര് ചൊവ്വയിൽ പോയാലും ചന്ദ്രനിൽ പോയാലും ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ്ഗമെന്ന ഭൂഗോളത്തെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ നമ്മൾ നീതിയോട് ഹല്ലേലൂയ ദൈവത്തോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്കൊരു പുതിയ യെരൂശലേമിൽ കടന്നു ചെല്ലുവാൻ കഴിയത്തുള്ളൂ. ഇത്ര വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വചനം ഉള്ളതുപോലെ മാത്രമേ പറയൂ. നമ്മളിവിടെ കയ്യടി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ പ്രസംഗം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ദൈവം നമ്മൾ അയച്ചിരിക്കുന്ന മെസ്സേജ് അത് കൃത്യമായി ജനത്തിന് മുമ്പിൽ അത് പകർന്നു കൊടുക്കുക. സ്വന്തം അത് അവരുടെ ഹൃദയത്തിലൊന്ന് പകർന്നാൽ മതി, അവരുടെ ഹൃദയം ഒന്ന് തുറന്നാൽ മതി. സ്വന്തം എന്ത് സംഭവിക്കും നമുക്കറിയാം. 1 പത്രോസ് 2-ാം അധ്യായം 2-4 വായിക്കുന്നത് ഇങ്ങനെ ഒന്ന് വായിക്കാവോ? 1 പത്രോസ് 2-ാം അധ്യായം 2-4 വായിക്കാവോ? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ മതി. അപ്പൊ ഇവിടെ പറയുന്നത് ഇപ്പോൾ ജനിച്ച ശിശു എന്നതുപോലെ വചനം എന്ന മായമില്ലാത്ത, എന്ന് വെച്ചാൽ വചനത്തിന് മായമില്ലെങ്കിൽ ഞാനും നിങ്ങൾ എപ്പോഴും മായമില്ലാത്തവരായിരിക്കണം. സ്വതന്ത്രം ദൈവം എപ്പോഴും നല്ലവരാകുന്നത് കൊണ്ട് മാത്രമല്ല, എപ്പോഴും താൻ പരിശുദ്ധനായതുകൊണ്ട് മാത്രമാണ്
നമ്മളെ അതേപോലെ കർത്താവ് ആഗ്രഹിക്കും. സ്വതന്ത്രം. അപ്പൊ നമ്മൾ മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പൻ. ദൈവമാണ് പാല്, വചനം എന്ന് പറയുന്നത് പാലാണ്. സ്വതന്ത്രം. ഈ പാല് ഞാൻ കുടിക്കുമ്പോൾ നമുക്ക് ഉന്മേഷം ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. അപ്പൊ സന്തോഷം വരണമെങ്കിൽ സങ്കീർത്തന പുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് എനിക്ക് സമയം കിട്ടൂല. സ്വതന്ത്രം. 19-ാം അധ്യായം 7-ാം വാക്യം യഹോവയുടെ ന്യായപ്രമാണം തെളിവുള്ളത്, അത് പ്രാണനെ തളിപ്പിക്കുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കും. ധ്യാനിക്കുന്നവർ പല്ല്. അപ്പൊ സംഗീതം പറയുന്നത് ന്യായപ്രമാണത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തിന്റെ പുസ്തകം ഇല്ലേ? നമ്മൾ പറയുന്നത് സംഗീതത്തിന് 19-ാമത്തെ 7-ാം വാക്യം യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിക്കുക അല്ലേ? അപ്പൊ ഈ സന്തോഷം നമുക്ക് വരണമെങ്കിൽ ഈ വചനത്തിലുണ്ടാകുന്ന സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടാകും. ഈ വചനം നമ്മുടെ ഹൃദയത്തിലായിത്തീരണം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലായിത്തീരണം. എങ്കിലും നമ്മുടെ ഹൃദയം തുറക്കാൻ പറ്റും. എങ്കിലേ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് വന്ന് മുട്ടും. സ്തോത്രം. അതാണ് വെളിപ്പാട് 3-ാം അധ്യായം 20-ാം വാക്യം പറഞ്ഞത്, ഞാൻ വാതിൽക്കൽ മുട്ടും, ആരെങ്കിലും ശബ്ദം കേട്ട് ഇവിടുത്തെ വാതിലല്ല, ഹൃദയം കൊണ്ട് ഒരു വാതിൽ തുറക്കുക. അപ്പോസ്തലന്മാരുടെ 2-ാം അധ്യായം 37-ൽ പറയുന്ന പത്രോസ് ഈ വചനം പ്രസംഗിച്ചപ്പോൾ കേട്ടവരുടെ മേൽ കുത്തുകൊണ്ടായി. സ്വതന്ത്രം. അപ്പൊ ഈ കുത്തുകൊണ്ടത് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ കേറുന്നതാണ്. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ സ്നേഹത്തോട് അവരുടെ ദൈവം അടി കൊടുക്കുന്നത് പോലെയാണ്. അവരുടെ ഹൃദയം ആഴമായി ഈ ദൈവത്തിന്റെ സന്ദേശം കേറുകയാണ്. അപ്പൊ അവർക്ക് സന്തോഷം ഉണ്ടാകുന്നു. അപ്പൊ സന്തോഷം എന്ന് പറയുമ്പോൾ എവിടെ ന്യായപ്രമാണത്തിൽ സന്തോഷം, അത് രാമൻ പകലും ധ്യാനിക്കുന്ന വലിയ ഭാഗ്യമാണ്. ഭാഗ്യവനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്നു. എങ്ങനെ ഭാഗ്യവൻ എങ്ങനെ ക്ഷമിക്കുകയും പാപം മറിച്ചിടുന്ന ഭാഗ്യവൻ. 33-ാം സംഗീതം വായിക്കുമ്പോൾ 33-ാം സംഗീതം 2-ാം വാക്യം 32-ൽ പറയുന്നത് ലംഘനം ക്ഷമിക്കുകയും പാപം മറച്ചിടുന്ന ഭാഗ്യവൻ. അപ്പൊ പാപം മറച്ചിടുന്ന ദൈവത്തിനോട് ആരാധിക്കുന്നത്? പാപം മറച്ചു കിട്ടുന്ന നമ്മുടെ പാപത്തെ മറയ്ക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതെ സംഗീതത്തെ 85-2 പറഞ്ഞ് നിങ്ങൾ പാപത്തെ ഞാൻ മണ്ണിൽ മൂടിക്കളയുന്നു. അടക്കം ചെയ്യുമ്പോൾ കുഴിയെടുത്ത് മൂടുന്നത് പോലെ നമ്മൾ പാവം അതുപോലെ മൂടിക്കളയുന്നത്. അത്രയും കരുണാവുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഉണ്ടെന്ന് വിശ്വാസമുള്ള ഒരു കരകടത്തി യേശു ഉണ്ടെങ്കിൽ വിടുതലുണ്ട്. യേശു ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. യേശു ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമ്മുടെ ദൈവം ആരാണ്? അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഒരു വാക്യം വായിക്കാം. 1-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. എന്റെ മെസ്സേജ്, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. വാഴ്ത്തുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഈ വചനത്തെ വാഴ്ത്തി ആസ്വദിക്കണമേ. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുമെങ്കിൽ വാഗ്ദാനം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് യഹോവ സാധിപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ജീവനം തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. അപ്പോൾ നാം ചെയ്യുന്നത് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദേവദാസൻ പറഞ്ഞു, വിശ്വസ്തൻ. ദൈവം നോക്കുന്നത് വിശ്വസ്തന്മാര് ഭൂമിയിലുണ്ടോ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസ്തന്മാര് ഭൂമിയിലുണ്ടെന്ന്. വിശ്വസ്തന്മാര്, സത്യസന്ധര്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവര് ആരുണ്ട്? ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ആരാ ഉള്ളത്? ഉണ്ടായിരിക്കാം. ഇവിടെ പലരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നാം ദൈവം ആഗ്രഹിക്കുന്ന വിശ്വസ്തന്മാരായിരിക്കണം. നിങ്ങളെല്ലാവരും ദൈവജോലി ചെയ്യുന്നവരാണ്. ദൈവജോലി ചെയ്യുന്നവരെ ദൈവം നോക്കുന്നത് വിശ്വസ്തനാണോ? നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുക, ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തയാണോ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തയാണോ? ഇല്ല. നമ്മള് നോക്ക്, വിശ്വസ്തന്മാരുണ്ടോ എന്ന് നോക്കിയാണ് ഭൂമിയിൽ. അവരെയാണ് തന്റെ വേലയ്ക്ക് വേണ്ടി കരങ്ങളിൽ ആരെടുത്ത് ഉപയോഗിക്കുന്നത്? വിശ്വസ്തന്മാർ. ഇപ്പോ ജോലി ചെയ്യുന്നില്ല, ഒരു ദൈവദാസന്റെ മകളാണ്, അവളെ കുറിച്ചാണ് ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞത്, എന്റെ മകൾ വിശ്വസ്തയാണ്, അനീതിക്ക് കൂട്ടു നിൽക്കുന്നവളല്ല,
വിശ്വസ്തത നിൽക്കുമ്പോൾ, അനീതിക്ക് കൂട്ടു നിൽക്കാതിരിക്കുമ്പോൾ കഷ്ടം സഹിക്കേണ്ടി വരും. കഷ്ടം സഹിക്കേണ്ടി വരും. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ കഷ്ടമുണ്ട്. ആർക്കാ കഷ്ടം? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കാണ് കഷ്ടം. അല്ലാത്തവർക്ക് ഒരു കഷ്ടവുമില്ലേ? കഷ്ടവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവദാസിമാര്, ദൈവഭക്തന്മാര്, നിങ്ങൾ ക്രിസ്തുയേശുവിന് വേണ്ടി ഈ പുതുവർഷത്തിൽ നിത്യമാണെങ്കിൽ വിശ്വസ്തയായിരിക്കണം. ആരായിരിക്കണം? വിശ്വസ്തയായിരിക്കണം. അല്ലാത്തവരൊന്നും ദൈവത്തിന് വേണ്ട. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമായി തീരുന്നു. ദ്രവ്യാഗ്രഹികളായിട്ടുള്ളവരെ മനസ്സിലാക്കണം, സകല ദോഷത്തിന് കാരണം ദ്രവ്യാഗ്രഹമാണ്. യൂദാക്ക് എന്ത് പറ്റി? ദ്രവ്യാഗ്രഹത്തിന്റെ ഫലമായിട്ട് യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കേണ്ടി വന്നു. അവസാനം തൂങ്ങിച്ചത്ത്. അതുകൊണ്ട് ദ്രവ്യാഗ്രഹികളെ മനസ്സിലാക്കണം, യേശുവിനെ ഒറ്റ കൊടുക്കുന്നവരായിട്ടല്ല, തന്റെ ദാസന്മാരെ ഒറ്റ കൊടുക്കുമ്പോൾ യേശുവിനെ ഒറ്റ കൊടുക്കുന്നതാണ്. അത് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. പുതുവർഷത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കണം. എന്ത് കഷ്ടത വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. എന്തുണ്ടായിരിക്കണം? എങ്കിലേ കർത്താവിന് വേണ്ടി നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഉറപ്പും ധൈര്യമില്ലെങ്കിൽ ആർക്കും വേണ്ടി നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. യോശുവയോട് സ്വർഗത്തിലെ മഹായഹോവയായ ദൈവം പറയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ആ ഉറപ്പും ധൈര്യത്തോടുകൂടി നിന്നാൽ നിങ്ങളുടെ കരങ്ങളെ ദൈവം എടുത്ത് ഉപയോഗിക്കും. ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ, കരങ്ങളെടുത്ത് ഉപയോഗിക്കണ്ടേ, ക്രിസ്തുവിന്റെ വചനം ഘോഷിക്കണ്ടേ, പ്രസംഗിക്കണ്ടേ. എങ്കിലെന്താണ്? നിങ്ങൾ വിശ്വസ്തയായിരിക്കണം, വിശ്വസ്തതയുള്ളവരായിരിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തയായിരിക്കണം. ഞാൻ പറയുന്നില്ല എല്ലാവരും പെർഫെക്റ്റ്, ഞാൻ പെർഫെക്റ്റ് എന്ന് പറയത്തില്ല. പക്ഷെ അതല്ല, ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരാണ്. ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആര് ചെയ്യുന്നതാ സാധിക്കുന്നത്? ആര് ചെയ്യുന്ന സാധിക്കുന്നു? രണ്ടാമത്തെ വാക്യം വായിച്ച്, ആര് ചെയ്യുന്നു? ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. ഒന്ന്, എന്തിൽ സന്തോഷിക്കണം? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ. അപ്പൊ യഹോവയുടെ ഇവിടെ നാം നേരത്തെ വായിച്ചു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? അപ്പൊ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. പറഞ്ഞോ, എന്തിൽ സന്തോഷിക്കണം? ഭാര്യയിലാണോ സന്തോഷിക്കാനുള്ളത്? നമ്മുടെ ധനത്തിലാണോ സന്തോഷിക്കാനുള്ളത്? ഇല്ല ഇല്ല ഇല്ല. എന്തിൽ സന്തോഷിക്കണം? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. അപ്പോൾ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വാസം ചെയ്യണം. പറഞ്ഞോ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നവരാണ്. പരിശുദ്ധാത്മ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാന് ഇവിടെ വന്നപ്പോ താഴെ വീണ് ഗ്ലാസ് ഒടിഞ്ഞു പോയി. 37-ാം സങ്കീർത്തനത്തിന് 31-ാമത്തെ വാക്യം വായിച്ച് അടുത്ത ഒരാൾ 48 വായിച്ച സമയം പക്കത്തിന് ഉപയോഗിക്കണം. പെട്ടെന്ന് തന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ട്, അവന്റെ കാലടികൾ വഴുതുന്നതുമില്ല. കാലടി വഴുതാതിരിക്കണം. എന്ത് ചെയ്യണം? നിങ്ങളുടെ അകത്ത് ദൈവവചനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റത്തില്ല, വഴുതത്തില്ല. വഴുതാതിരിക്കണമെങ്കിൽ ഈ വചനം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. അപ്പൊ കാലടി വഴുതാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ വചനം അകത്തുണ്ടായിരിക്കണം. വചനം അകത്തുണ്ടായിരിക്കണം. അപ്പൊ വചനം അകത്തുണ്ടായിരുന്നെങ്കിൽ സ്വർഗീയ പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിച്ച് നിർത്തുന്നത്. അപ്പൊ വചനം അകത്തില്ലെങ്കിൽ ഇതെല്ലാം തെറ്റിപ്പോകും. മനസ്സിലായിക്കോളും. വചനം
അകത്തില്ലെങ്കിൽ ഏതായാലും ഈ സഹോദരി വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പരിശുദ്ധാത്മാവിൽ അവർ പ്രാർത്ഥിച്ച് ഇവർക്കും ആ തീഷ്ണത. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെയും സ്വർഗീയ പിതാവേ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് ഭരിച്ചെടുത്ത് നല്ല സമയത്തെ ഊർജ്ജങ്ങൾ വാഴ്ത്തുന്ന നല്ല പാട്ടുകൾ പാടുവാൻ ഞങ്ങൾ ഒരിക്കലും, നല്ല സങ്കീർത്തനം ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ, നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ, നല്ല വചന ശുശ്രൂഷ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് ദാനമായി തന്ന വൻ കൃപകൾക്കായി സ്തോത്രം. വചനത്തിൽ കൂടെ ശുശ്രൂഷിച്ച അങ്ങയുടെ ഭൃത്യന്മാരെ എല്ലാവരും പിതാവിനെ കാണിച്ചു അപ്പൻ അത്ഭുത കരമിറങ്ങി പ്രവർത്തിക്കുവാൻ സ്തുതിക്കുന്നു. അവർ ആയിരിക്കുന്ന മേഖലകളിൽ സ്വർഗീയ പിതാവേ ഹല്ലേലൂയ സ്തോത്രം. അങ്ങയുടെ ദൂതന്മാരെ കാവൽ നിർത്തി അപ്പന്റെ ആണിപ്പടത്തിന്റെ കരമിറങ്ങി സ്വർഗീയ പിതാവേ ഹല്ലേലൂയ ഇറങ്ങി പ്രവർത്തിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം. അവർ ആയിരിക്കുന്ന മേഖലകളിൽ ഒരു ദുഷ്ടൻ നോട്ടമിടുവാൻ അനുവദിക്കരുത് പിതാവേ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം പിതാവേ ഹല്ലേലൂയ സ്തോത്രം. വരും നാളുകളിൽ സ്വർഗീയ പിതാവേ ഹല്ലേലൂയ സ്തോത്രം. പല ദേശങ്ങളിൽ സ്വർഗീയ പിതാവേ, ദേശം വിട്ട് ദേശത്ത് സ്വർഗീയ പിതാവേ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളായിട്ട് അയക്കുന്നവൻ കൃപകൾക്കായി അങ്ങ് വാഴ്ത്തുന്ന ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പിതാവിന്റെ കരത്തിൽ തരുന്നു. അപ്പൻ അത്ഭുത കരമിറങ്ങി പ്രവർത്തിക്കണം സ്വർഗീയ പിതാവേ ഹല്ലേലൂയ സ്തോത്രം. സ്വർഗീയ പിതാവേ ഈ കേട്ട വചനത്തിന് മുമ്പാകെ കീഴ്പ്പെട്ടിരിപ്പാൻ സ്വർഗീയ തല പിതാവേ അങ്ങ് ഒരുക്കുമാർ സ്തുതിക്കുന്ന പച്ച ഞങ്ങളുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കാൻ സ്വർഗീയ തല പിതാവേ അങ്ങ് ഒരുക്കുമാർ സ്തുതിക്കുന്ന പച്ച ഹല്ലേലൂയ. പൂർണ്ണ വിടുതലയിക്കണമേ ഹല്ലേലൂയ സ്തോത്രം. സ്വർഗീയ പിതാവേ ഞങ്ങൾ ഇപ്പോൾ വിട്ടുപിരിയാത്ത സ്നേഹം അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കടന്നു പോകുന്ന നാഥനെ, ഞങ്ങൾ പോകുന്ന വാഹനങ്ങളെല്ലാം കർത്താവ് നിയന്ത്രിക്കണമേ അപ്പച്ച. ഞങ്ങൾക്ക് മുമ്പേ ദൂതന്മാർ ഹല്ലേലൂയ സ്തോത്രം പോകുന്ന വൻ കൃപകൾക്കായി അങ്ങ് വാഴ്ത്തുന്നു അപ്പ ഹല്ലേലൂയ. ഒരു ദുഷ്ടനും നോട്ടമിടുവാൻ അനുവദിക്കരുത് ഹല്ലേലൂയ. വീണ്ടും കണ്ടുമുട്ടുന്നവരെയും പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ സ്തോത്രം. അങ്ങയുടെ ചരങ്ങിൽ മറച്ചിരിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അങ്ങയുടെ അത്ഭുതകരം ഇറങ്ങി പ്രവർത്തിക്കും ഹല്ലേലൂയ. സന്തോഷവും സമാധാനവും പ്രാധാന്യം ചെയ്യും സ്വർഗീയ പിതാവേ ഹല്ലേലൂയ സ്തോത്രം. രോഗങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടാകുവാൻ അനുവദിക്കരുത് പിതാവേ. വിടുതലയച്ചിരിക്കാൻ സ്തോത്രം. സന്തോഷവും സമാധാനവും പ്രാധാന്യം ചെയ്യും. നന്മയും കരുണയും കൊണ്ട് നിറയ്ക്കും. മാനവും മഹത്വം അങ്ങെടുക്കും. പ്രാർത്ഥനയാചന ഘട്ടത്തിൽ സ്തുതിക്കുന്നു സർവ്വതും യേശു ക്രിസ്തുവിന്റെ തുല്യ നാമത്തിൽ തരുന്ന യാചന പിതാവേ ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി